ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മസാല കൊണ്ടുള്ള പത്തിരിയാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ടുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി മുറിച്ചത്, ഒരു പച്ചമുളകൊന്ന് വട്ടത്തിൽ മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്കുള്ളൊരു ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുട്ടയുടെ മുകളിൽ നമ്മൾ കുറച്ച് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു പത്തിരി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡ് ഒന്ന് പിരിച്ചു കൊടുക്കുക. നമ്മൾ പിരിയടക്കൊക്കെ പിരിച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.